ഈ വടക്കാഞ്ചേരി പോലത്തെ ഒരു ചെറിയ ഗ്രാമം, ഒരു ഫിനാൻഷ്യൽ ഹബ്ബൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്ന് ഇത്രയ്ക്കും സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആദ്യം ഞാൻ CA കാരനാവാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഫാമിലിയേക്കാളും പുറത്തും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കും കൂടെ ചെയ്യാമെന്ന്. നിങ്ങളൊരു ഡാറ്റ പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നത് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കി വെക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ കംഫർട്ട് എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സോഫ്റ്റ്വെയറിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് വിട്ടിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? 3 ജനറേഷനായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. CAന് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് മാത്രമല്ല ഒരു കൺസൾട്ടൻ്റ് ആയിട്ടും നോക്കണം എന്നുള്ളത് അവർക്കത് ഉണ്ട്. അതിലവർ ഉറച്ചു നിൽക്കും. അപ്പനിന്ന് പരീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ പഠിക്കണുള്ളൂ, ജോലിക്കൊന്നും പോകണില്ല എന്ന് പിള്ളേർ ചോദിച്ചു ഒപ്പമുള്ളവർ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ജോലിക്ക് പോകണമെങ്കിൽ അപ്പയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ. ദിസ് മെയ്ഡ് മീ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫ്രം ദ വേ ഐ വാസ് തിങ്കിങ്. ഇനീഷ്യലി നമ്മളത് വലിയൊരു കോസ്റ്റ് നമുക്ക് വരുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കൂടിയും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ബെനിഫിറ്റ് നിങ്ങൾക്കത് കിട്ടും. ഉത്സവങ്ങളുടെ നാടായ തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് വടക്കാഞ്ചേരി. ഈ വടക്കാഞ്ചേരി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നും ഒരു CA പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് CA അനു ഫ്രാൻസിസ്. ഇദ്ദേഹം തൃശ്ശൂർ ICAI ബ്രാഞ്ചിൻ്റെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ചെയർമാൻ ആയിരുന്നു. ഫോറൻസിക് ഓഡിറ്റ്, കൺകറൻറ്റ് ഓഡിറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ മേഖലകളിൽ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളുമാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ കോഫി വിത്ത് CAയിലെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പൂരങ്ങളുടെ നാട് എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മയിലെത്തുന്നത് തൃശ്ശൂരാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് മലയാളികൾക്ക് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ. പിന്നെ അതേപോലെ തന്നെ ഒരു തൃശ്ശൂരിനൊക്കെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമായ വടക്കാഞ്ചേരിയിൽ നിന്ന് ആണ് അനു ഫ്രാൻസിസ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും കൃത്യമായിട്ട് ഞാൻ ഓർക്കുകയാണെങ്കിൽ 1940കളിൽ അനു ഫ്രാൻസിസിൻ്റെ ഫാമിലി ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിരുന്നു. ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് വിട്ടിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? വീട്ടിൽ നിന്നുള്ള പ്രചോദനം ഉണ്ടാവാം, ഫാമിലിയിൽ നിന്നുള്ള പ്രചോദനം ഉണ്ടാവാം. ചിലപ്പോൾ അച്ഛൻ ഇൻസിസ്റ്റ് ചെയ്യും ബിസിനസ്സിന്, പക്ഷേ മകന് താല്പര്യം കൂടുതൽ CAയിലേക്ക് വരാനായിരിക്കും. അനൂപിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ഇതിൻ്റെ കാരണം? KPN പറഞ്ഞതാണ് അതിൻ്റെ സത്യം. 1940 തൊട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ ഫാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് അക്കൗണ്ട്സ് ആണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. എങ്ങനെയാണ് ടാക്സ് ലിറ്റിഗേഷൻ നമുക്ക് ചെയ്യുന്നത്? ടാക്സ് ലിറ്റിഗേഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവില്ല, നമുക്ക് നോട്ടീസസ് വരും അങ്ങനെ. അപ്പോൾ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് 1991 ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഇൻകം ടാക്സിൻ്റെ സർവേ നോട്ടീസ്, സർവേ സെക്കൻഡ് ഓഫ് സർവേ വി ക്യാൻ സേ. അപ്പോൾ നമുക്കന്നൊരു എമൗണ്ട് നമുക്കത് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്, നമുക്ക് കറക്റ്റായിട്ട് അക്കൗണ്ട്സ് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ. ദാറ്റ് വാസ് എ മൈനർ മിസ്റ്റേക്ക്. അത് സത്യമായിട്ട് അങ്ങനെ ചെറിയൊരു തെറ്റുകൊണ്ട് സംഭവിച്ചു, അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു മിസ്റ്റേക്കിലാണ് നമുക്കൊരു പെനാൽറ്റി അന്ന് വന്നത്. അപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ അമ്മയാണെങ്കിലും ഫാദർ ആണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് ഇല്ല. നമ്മൾ 3 ജനറേഷനായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആഫ്റ്റർ ദാറ്റ് 1999 എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ ബിസിനസ്സിലും ഇതേപോലെ ഒരു ടാക്സ് ലിറ്റിഗേഷൻ വന്നു. സോ ഹിയർ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഹീസ് കമ്മിങ് ഫ്രം ദ നോർത്ത് സൈഡ് ഓഫ് കേരള. ആൾ വന്ന് അത് ലിറ്റിഗേറ്റ് ചെയ്യുന്ന സ്റ്റൈലിൽ ഐ ഹാവ് സീൻ ദാറ്റ്. അന്ന് അവിടുത്തെ കമ്മീഷണർ ആയിരുന്നിട്ടുള്ള ഇൻകം ടാക്സ് കമ്മീഷണർ ഞങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരിട്ട് വന്നപ്പോൾ ദ ഗൈ ഹു വാസ് ടേക്കിംഗ് അസ് ഓൺ എ ഫിയർ സൈഡ്, അതങ്ങനെ പറഞ്ഞു, ഞങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ പേടിക്കും, നേരെ ചാടി എണീറ്റ് എന്ന് പറയാണ്, എന്താ സാർ ഇവിടെ എന്നുള്ളത്. സോ ഐ റിയലൈസ്ഡ് there is a value for a chartered accountant. The way the people are looking at us is totally different. Then I decided maybe it's too early at the age of 3 or 6 when you don't know എന്താണ് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് അറിയാത്ത സൈഡിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്തു. ബിസിനസിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ എപ്പോഴും നമുക്ക് കണക്കറിയില്ല, അല്ലെങ്കിൽ കണക്കുകളോടുള്ള അതിൻ്റെ കംപ്ലൈൻറ്റ്സ് ലീഗൽ അറിയില്ല, ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂസ്, അന്ന് വാറ്റ്, അതിന് മുപ്പാട് KGST ഇഷ്യൂസ്, ഇതൊക്കെയും റിസോൾവ് ചെയ്യാനാണ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയത്. എനിക്ക് ആദ്യം ഞാൻ CA കാരനാവാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഫാമിലിയേക്കാളും പുറത്തും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കും കൂടെ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ ജേർണി വന്നത്. അതായിരിക്കും കഴിഞ്ഞ 3 ജനറേഷനിലെ ആദ്യത്തെ ബിസിനസ്സിന് പുറത്തുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറേണ്ടി വന്നത്.
ഇതിൽ ഇപ്പം ഇനിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ 23-ാമത്തെ വയസ്സിൽ വളരെ യങ് ആയിട്ടുള്ള ആ വയസ്സിൽ തന്നെ അനൂപ് ഇത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പ്രചോദനം നൽകിയത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് വരാനാണെങ്കിലും എത്തിപ്പെട്ടത് ഒരു കോർപ്പറേറ്റ് വേൾഡിലാണ്. ആദ്യമായിട്ട് എനിക്ക് HP-യിലാണ് വർക്ക് ചെയ്തത്, കറക്റ്റായി HP-യിൽ. അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രാക്ടീസിൽ നിന്ന് മാറിയിട്ട് HP തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ ഒരു CA-കാരനാവുന്ന പോയിന്റിൽ നമ്മളെല്ലാവരും പറയും കുറച്ച് ഏജ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു +2 ഞാൻ കൊമേഴ്സാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് സയൻസ് എടുക്കാനുള്ള മാർക്കുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു സയൻസ് എടുക്കണം. അപ്പോൾ പറഞ്ഞു ഇല്ല, സയൻസ് വേണ്ട, എനിക്ക് കൊമേഴ്സാണ്, റെഡി, എൻ്റെ പ്ലാൻ വളരെ ക്ലിയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊമേഴ്സ് എടുത്ത് നേരെ ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ +2 കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എഴുതി. ഒപ്പം തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്തു. ദെൻ റെഗുലർ കോളേജിൽ ഞാൻ സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റ്സ് എ ബാഡ് ഡിസിഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടില്ല എന്നുള്ളത്. ദെൻ നമ്മുടെ ഡ്യൂറിങ് ദ CA സ്റ്റഡീസ് ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലും റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു MNC ജോബ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എവിടെയോ എൻ്റെ മനസ്സിലൊരു MNC ജോബിനുള്ള ഒരു മോഹം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് എങ്ങനെയാണ് MNCയിൽ നമുക്കും പറ്റും. അത് വെദർ യു സ്റ്റഡി മലയാളം മീഡിയത്തിലാണോ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ആണോ, എന്ത് കൺസേൺ, അങ്ങനത്തെ അല്ല. വെദർ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ ഹൈറ്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എൻ്റെ മനസ്സിൽ എവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ആസ് യു സെഡ് 23 വയസ്സിൽ ക്ലിയർ ആകുമ്പോൾ 25 വയസ്സ് 26 വയസ്സിൽ പ്രാക്ടീസ് തുടങ്ങി ഇരിക്കുമ്പോൾ എനിക്കറിയാം എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് സംസാരിക്കും പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അംബീഷൻ ഉണ്ട്, എനിക്കൊരു MNC കൾച്ചർ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. സോ ആള് പറഞ്ഞു നല്ലൊരു ഡിസിഷനാണ്. അപ്പം ഞാൻ അങ്ങനെ ആദ്യം ഒരു 1 ഇയറിന് വേണ്ടിയിട്ടാണ്, എൻ്റെ കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു HP-യിൽ, എനിക്ക് 3 കമ്പനിയിൽ സെലക്ഷൻ കിട്ടി. എനിക്കറിയാം അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് കൾച്ചർ എന്താണെന്നുള്ളത്. എൻ്റെ സീനിയേഴ്സ് ആണ് ഓൾറെഡി ഉണ്ട്. അന്നത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയർ ആയിരുന്നു. ഓൾമോസ്റ്റ് അറൌണ്ട് 18,000 എംപ്ലോയീസ് ആണ് അവിടെ അന്നുണ്ടായിരുന്നത്. സോ ഐ ഡിസൈഡഡ് ടു ജോയിൻ HP. HP-യിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൈ ഡിസിഷൻ വാസ് കറക്റ്റ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടും. നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരും നമ്മൾ ഡീൽ ചെയ്യുന്ന ടാക്സേഷനും അങ്ങനത്തെ കാര്യങ്ങളും, അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദെൻ ഐ സ്റ്റേഡ് ബാക്ക് വിത്ത് HP ഫോർ 2 years. അത് കഴിഞ്ഞ് ഞാൻ ജനറൽ മോട്ടോഴ്സിലേക്ക് മൂവ് ചെയ്തു. അവിടെയും ഒരു 1.5 years ഞാൻ സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നാട്ടിൽ വന്ന് പ്രാക്ടീസ് തുടങ്ങിയത്. KPN ചോദിച്ച ആ ചോദ്യത്തിനുള്ള കറക്റ്റ് ഉത്തരം അത് ലേറ്റ് ആയിട്ടൊരു ഡിസിഷൻ ആയിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 3.5 കൊല്ലം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത് ഞാൻ കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു 10 വർഷത്തെ ആയിരുന്നില്ലേ? 10 വർഷം 3.5 years ആർട്ടിക്കിൾഷിപ്പ് ആൻഡ് 3.5 years ഓൾമോസ്റ്റ് അറൌണ്ട് 7 കൊല്ലം. 7 കൊല്ലം 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2014 ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന്. 2014 November 24th was my last day. 25th ഞാൻ COP എടുത്തു. December 16th that was supposed to be എൻ്റെ മകൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ്. ശരിക്കും ആള് ജനിച്ച ദിവസമാണ് എൻ്റെ ഫേമിൻ്റെ FRN കിട്ടിയിട്ടുള്ളത്. I think 12:30 I got him in my hand and somewhere around 1:30 I got a mail saying that ഫേമിന്റെ FRN അപ്രൂവ്ഡ് ആയിരുന്നു. രണ്ടും ഒരേ ദിവസം എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സെയിം ഏജ് ആൻഡ് സെയിം ഡേ. പിന്നെ ഈ 2 ബിസിനസ് ആണല്ലോ ഇപ്പൊ അനൂപിനുള്ളത്. ഒന്ന് AVF ആൻഡ് അസോസിയേറ്റ്സ്, രണ്ടാമത് ബൈജു ആൻഡ് അനൂപ്. ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ? ഇപ്പം ഓൾറെഡി പറഞ്ഞതുപോലെ വടക്കാഞ്ചേരി ഒരു സ്മോൾ ടൗൺ ആണ്. മെയിൻലി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ നമ്മൾ മെയിൻ ചെയ്യുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്റെ ടാക്സ് ഓഡിറ്റ് ആൻഡ് സം പാർട്ട് ഓഫ് ടാക്സ് ലിറ്റിഗേഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് കുറച്ച് കമ്പനീസ് അങ്ങനത്തെയാണ് ചെയ്യുന്നത്. വി ക്യാൻ സേ കംപ്ലീറ്റ്ലി കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ഫേമാണ്. ഞങ്ങളൊക്കെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു CA ഫേമിൻ്റെ ഒരു കൾച്ചറിലാണ്. സ്ലോലി നമ്മൾക്കും അത് മൈഗ്രേഷൻസ് ആവശ്യം വരും. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഓഫീസ് ബൈജു ആൻഡ് അനൂപാണ്. വി ആർ 3 പാർട്ട്നേഴ്സ് ഓവർ ദർ. അതിൽ ഓരോരുത്തർ ഓരോന്നാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഞാൻ ടാക്സ് ലിറ്റിഗേഷൻ ആണ്, ഇൻകം ടാക്സ് ലിറ്റിഗേഷൻ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ എം ഓൾസോ ട്രൈങ് ഫോർ ഫോറൻസിക് ആൻഡ് AI റിലേറ്റഡ് സ്റ്റഫ്. ബിക്കോസ് എനിക്ക് കുറച്ചുകൂടി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ ഓഫീസ് കുറച്ചും കൂടി വെൽ അഡ്വാൻസ്ഡ് ആണ്. വി ക്യാൻ സേ അത് കുറച്ച് ബിഗ് ക്ലയൻസ് നമുക്ക് അവിടെയാണ് വരുന്നത്. പിന്നെ കൂടുതൽ എക്സ്പോഷർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ്, പ്യൂർലി ടാക്സ് ലിറ്റിഗേഷൻസ്, CIT അപ്പീൽസ് അപ്പിയറിംഗ്, സെൻട്രൽ അപ്പിയറിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ കൂടുതൽ വരും. ഈ അനൂപിന്റെ എക്സ്പെർട്ടീസ് പറഞ്ഞല്ലോ ഇപ്പോൾ,
അപ്പോൾ അനൂപിൻ്റെ എക്സ്പെർട്ടീസിനനുസരിച്ചിട്ടുള്ള ക്ലയൻസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? അവരായിട്ട് വരുന്നതാണോ അല്ല അനൂപ് അതിനെ അന്വേഷിച്ച് പോകുന്നതാണോ? നമുക്ക് അങ്ങോട്ട് അന്വേഷിച്ച് പോകാൻ പറ്റില്ല സാധാരണഗതിയിൽ. അവരായിട്ട് അറിഞ്ഞു വരുന്നതായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് ഡീൽ ചെയ്ത ആൾക്കാർ, മേ ബി ഒരു ബിസിനസ് ഫാമിലി എന്നുള്ളത് കൊണ്ടായിരിക്കാം, ഞാൻ ഒരു പ്രാവശ്യം ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് അടുത്ത ആൾക്ക് റെഫർ ചെയ്ത് പോകുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്കൊരു വിശ്വാസമാണ്. മോർ ഓവർ എൻ്റെ പേഴ്സണൽ അസസ്മെന്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ബിസിനസ്സുകാരൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്നത് അവരുടെ ബുദ്ധിമുട്ടാണ്. ഐ ആം ഇൻ ടു ഓൾ ദീസ് ത്രീ പ്രൊഫഷൻ. പ്രാക്ടീസ് ഉണ്ട്, ബിസിനസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ജോലിയിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏറ്റവും ബുദ്ധിമുട്ട് ബിസിനസ് ചെയ്യാനാണ്. മേ ബി അതായിരിക്കും ക്ലയൻസിന് അത് അട്രാക്റ്റഡ് ആയി തോന്നുന്നത്. അവരടുത്ത ആൾക്കാർ റെഫർ ചെയ്യും. ഒരു വർക്കും കൊണ്ട് വന്നിട്ട് ഇപ്പോൾ 20-25 അവരുടെ ഫയൽസ് നമ്മുടെ ഗ്രൂപ്പ്, അവരെ മൊത്തം ഗ്രൂപ്പ് ഇങ്ങോട്ട് ഡിഫറെൻറ്റ് ഫേംസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പുറത്തുള്ള ഒരു സി എക്കാരനായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതായിരിക്കും മേ ബി ഐ ആക്ച്വലി ഇൻവോൾവ്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനും ഈ CA ഫ്രാറ്റർണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ പലതരത്തിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കണ്ടു. ഒന്ന്, ക്ലയൻറ്റിന് എന്താണ് ആവശ്യം അത് മാത്രം ചെയ്യുക. രണ്ട്, അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോയിട്ട് ക്ലയൻറ്റിന് ആവശ്യമായ കാര്യങ്ങളും ചെയ്യും, അല്ലാതെ അവരെ ഒരു ഗൈഡിങ് ഫാക്ടറായിട്ട് നമ്മൾ നിൽക്കും, അവരുടെ ബിസിനസ് റൈറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ കുറേ കംപ്ലയൻസ് പാർട്ടിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. അമെൻമെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും, കംപ്ലയൻസ് പാർട്ടിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ ബേസിക്കലി നമ്മൾ ഈ റിപ്പോർട്ടിംഗ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിക് കൺസൾട്ടൻസി കൊടുക്കുക, അങ്ങനെ. അപ്പോൾ അതിലൊക്കെ അനൂപിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഇതിന് സമയം ചെലവാക്കുന്നത്? എങ്ങനെയാണ് ഇവർ ഈ സ്ട്രാറ്റജിക് ആംഗിളിൽ അഡ്വൈസ് ചെയ്യുന്നത്? നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഓഡിറ്റിംഗ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് എ പോസ്റ്റ്മോർട്ടം, കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടമായിട്ടാണ് നമ്മളിപ്പോഴും പറയുന്നത്. ഒരു മാർച്ച് വരെ ഇയർ എൻഡ് കഴിഞ്ഞു, പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നു, എന്തെങ്കിലും കംപ്ലയിൻസ് ഇഷ്യൂസ് ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യണു, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യണു. ആ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ബിസിനസ്സിന് ഇപ്പോൾ റിയൽ ടൈം അഡ്വൈസ് ആണ് വേണ്ടത്. അവർക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആക്റ്റീവ്ലി നമുക്ക് വരണം. സോ നമ്മൾ അവരുടെ അടുത്ത് പറയും, എല്ലാ ക്ലയൻസിനും, നമുക്ക് ചെറിയ ക്ലയൻസിനും എല്ലാവർക്കും നമുക്ക് ആ സർവീസ് കൊടുക്കാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു പേഴ്സണാണ് ഞങ്ങൾ ഓഫീസിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വി ആർ അലോക്കേറ്റിംഗ് വൺ പർട്ടിക്കുലർ സീനിയർ ടു വൺ ഗ്രൂപ്പ്. ഒരു ബിഗ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്കൊരു ദേ വിൽ ബി ഹാൻഡിൽഡ് ബൈ എ സെമി ക്വാളിഫൈഡ് ചാർട്ടർ അക്കൗണ്ട് ഹു ഈസ് ഇൻ അവർ സിസ്റ്റം ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. അവർക്ക് അറിയാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഞാൻ അവരുടെ നിന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും, എന്താണ് ആ സിസ്റ്റം എന്നുള്ളത്. എൻ്റെ ക്ലയൻസിൻ്റെ ബേസിസിൽ ഞാൻ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് റിയൽ ടൈം അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവണം. സോ എൻ്റെ ടീമിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരിക്കും ഇതൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഹാപ്പൻ ചെയ്യുന്നത്. സോ ഐ ഡെഫിനറ്റ്ലി പിക്കപ്പ് എ ടൈം സ്ലോട്ട് ഫോർ ദം. അവരായിട്ട് നമ്മൾ ഓണെങ്കിൽ ഫിസിക്കലായിരിക്കും ചിലപ്പോൾ മീറ്റിംഗ്, മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ്സ് ചെയ്യാൻ പറ്റാതാണെങ്കിൽ ഓൺലൈൻ ഐ വിൽ ഡിപ്പെൻഡ് ഓൺ സം കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ഓർ എനി ഒരു കോളിലോ ഒരു വീഡിയോ കോളിലോ പോലും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുപ്പാട് എൻ്റെ അടുത്ത് അത് ചോദിച്ച് ചെയ്യുമ്പോൾ എനിക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. കംപ്ലയിൻസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പറയും, ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് പാർട്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ അവരുടെ കോൾ അവർ ക്ലയൻറ്റാണ് എടുക്കുന്നത്. പക്ഷേ അപ്ഡേറ്റ് ആവുന്നത് നമ്മൾ റീസെൻറ്റ് അപ്ഡേറ്റ്സ് അമെൻമെൻറ്റ്സ് എല്ലാം നമ്മുടെ റിലേറ്റഡ് ആയിട്ട് ആസ്പെക്ട്സിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടാക്സ് ലിറ്റിഗേഷൻ പാർട്ട് ഞാൻ അപ്ഡേറ്റ് ആയിരിക്കും. അക്കൗണ്ടിങ് ഇസ് ദ സെയിം, നമുക്ക് അവിടെ അപ്ഡേഷൻസ് വേറെ ഇല്ല, പ്രൊസീജിയേഴ്സ് ആണ് പുതിയത് ചേഞ്ച് ചെയ്യുന്നത്. അത് നമുക്ക് ഇപ്പോഴുള്ള യങ് ടീമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും ചെറിയ ഒരാൾ പോലും അത്രയും അപ്ഡേറ്റഡ് ആണ്. ഒരു ദിവസം ഇപ്പോഴും ഈ 15 കൊല്ലമായി ഞാൻ പോസ്റ്റ് ക്വാളിഫിക്കേഷനായിട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് 20 years, 2005 ഞാൻ CA സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 20 years now. ഇപ്പോഴും ഒരു വ്യക്തിയുടെ എനിക്കൊരു കാര്യം, അതൊരു ആർട്ടിക്കിളായിരിക്കും, ഒരു ട്രെയിനി ആയിരിക്കും, എൻ്റെ ഓഫീസിൽ ഫയൽ അറേഞ്ച് ചെയ്യുന്ന ചേച്ചിയായിരിക്കും, അവർ പറയുന്ന ഒരു കാര്യത്തിൽ അത്രയും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മെസ്സേജ് ഉണ്ടാവും. അത് ഞാൻ അബ്സോർബ് ചെയ്യാറുണ്ട്. വായിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വായിക്കുന്നതിനേക്കാൾ നോളജ് എനിക്ക് സംസാരിക്കുമ്പോഴാണ് കിട്ടുന്നതെന്നാണ് ഞാൻ എപ്പോഴും. അതിനോട് ഞാൻ യോജിക്കാറുണ്ട്. ഞാൻ വായിക്കാനൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാറില്ല, പക്ഷെ കേൾക്കുന്നതിൽ ബേസിക് വായന വേണ്ടി വരും. കറക്റ്റ്. അതല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാൻ പറ്റില്ല. ഇതിന് റിലേറ്റഡ് ആയിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കണം. അതായത് ഈ റിയൽ ടൈം നമ്മളൊരു സ്ട്രാറ്റജിക് ആംഗിളിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അവർക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾക്ക് അവർ കൊടുക്കും. ഇങ്ങനെ ഡിസൈഡ് ചെയ്താൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ബിസിനസ് പറഞ്ഞിട്ട്. പക്ഷേ ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ കൊടുക്കണമെങ്കിൽ മറ്റേ റിയൽ ടൈം റിപ്പോർട്ട് വേണം. റിയൽ ടൈം റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്
നമ്മൾ സ്ട്രാറ്റജിക് ആംഗിൾ. അപ്പോൾ ഇത് 2 സൈഡഡ് ആയിരിക്കണം. ഒന്ന്, ക്ലയന്റിന് ആ റിയൽ ടൈം റിപ്പോർട്ട് ക്ലയന്റ് എപ്പോഴും വായിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം, റിപ്പോർട്ടിന്റെ പുറത്ത് അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ CA സ്ട്രാറ്റജിക് ആംഗിളിൽ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുള്ള അഡ്വൈസും കൊടുക്കും. പരക്കെ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലയൻസ് കുറച്ചൊരു ബിസിനസ് ആസ്പിറേഷൻസ് ഉള്ള ആൾ, ഇപ്പോൾ 5 കൊല്ലത്തിൽ ഞാൻ വളരണം എന്നൊക്കെ നോക്കുന്ന ബിസിനസ് ആണെങ്കിൽ, ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അവർ ചിലപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ നോക്കിയെന്ന് വരും. എന്നിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഒരു ഡിസ്കഷനിൽ CAയുടെ അടുത്ത് വരും. അതായത് CAന് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് മാത്രമല്ല ഒരു കൺസൾട്ടന്റ് ആയിട്ടും നോക്കണം എന്നുള്ളത് അവർക്കത് ഉണ്ട്, അതിലവർ ഉറച്ചു നിൽക്കും. അപ്പോൾ ഇതിൽ അനൂപിൻ്റെ എഫേർട്ട് എന്താണ്, ഇങ്ങനെ ഇവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റിൽ അവരെ കൊണ്ട് വരാൻ ഉള്ള എഫേർട്ട് അനൂപിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 10 years ബാക്ക്, നമുക്ക് 11 years ബാക്ക്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്തിരുന്ന ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു ഓണർഷിപ്പ് ഏജ് ഗ്രൂപ്പ് ഈസ് എബോവ് 50 ആൻഡ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ 50 to 70. അതാണ്. നൗ ഇറ്റ്സ് ദ സിനാരിയോ ഇസ് കംപ്ലീറ്റ്ലി ചേഞ്ചിങ്. യങ് ഗൈസ് ആർ ടേക്കിംഗ് ചാർജ്. അത് അടുത്ത ജനറേഷൻ ടേക്ക് ഓവർ ചെയ്യുന്ന ഞാൻ എൻ്റെ കുറേ ബിസിനസ്സിൽ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളൊരു ഡാറ്റ പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നത് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് വാങ്ങി വെക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റോക്ക് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സർവീസ് ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. ഈ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സിസ്റ്റത്തിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ബേസിസിൽ ഞാൻ തരുന്ന അഡ്വൈസും ഞാൻ നിങ്ങളുടെ ഡാറ്റ കണ്ടിട്ട് പറയുന്ന ഒരു അഡ്വൈസും തമ്മിൽ രണ്ടും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിന് അഡ്വൈസ് ചെയ്യാറുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ദാറ്റ് ഷുഡ് സ്റ്റാർട്ട്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നല്ല ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ വേണം. അതിന് നല്ലൊരു സിസ്റ്റമോ സോഫ്റ്റ്വെയറോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ പറയുന്നത്, അതൊരു ബേർഡൻ ആയിട്ട് കാണണ്ട. ഗോ ഫോർ എ ബെറ്റർ വൺ. ഇനീഷ്യലി നമ്മൾ അത് വലിയൊരു കോസ്റ്റ് നമുക്ക് വരും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കൂടിയും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ബെനിഫിറ്റ് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഏറെക്കുറെ ഒരു 50% ആൾക്കാർ അതിന് തയ്യാറാണ്. എൻ്റെ കുറേ ക്ലയൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലയൻസ് ഇങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് മാറിയപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് അഡ്വൈസ് വന്നു തുടങ്ങി, സാർ ഇത് ഭയങ്കര നല്ലതാണ്, ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ല ഇഷ്ടമാണ്, നിങ്ങൾക്ക് എനിക്ക് ഓഡിറ്റിങ്ങിന് ഡാറ്റ തരാൻ തയ്യാറാണ്. വടക്കാഞ്ചേരി ഒരു പോലത്തെ ടൗണിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ 2018 എനിക്ക് ഓഡിറ്റിന് വന്നപ്പോൾ ഐ വാസ് ലിറ്ററലി സർപ്രൈസ്ഡ്. ഞാൻ നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുറച്ച് ആൾക്കാർ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഡിറ്റിൻ്റെ ഡാറ്റ എൻ്റെ ലോഗിൻസോ ഐഡിയ ആണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. സോ ഐ മേക്ക് ദം അവെയർ. ഫെസിലിറ്റി നമ്മൾ സോഫ്റ്റ്വെയർ സജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചിലപ്പോൾ ലോക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഡിസൈഡ് റിപ്പോർട്ട് തരില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും പഴയ സോഫ്റ്റ്വെയർസ് എന്ന് നമ്മൾ പറയില്ല, നമുക്ക് ലോക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ സപ്പോർട്ടാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല, ഇപ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് വേണം, അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് റിപ്പോർട്ട്സ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതർവൈസ് നമുക്ക് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരാറുണ്ട്. സോ ഐ ഓൾവേസ് നമ്മളെപ്പോഴും നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയും, ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ്, ഇതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ആ ഡിസിഷൻ അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ലേറ്റർ ഓൺ നമുക്കൊരു ചലഞ്ച് വരാതിരിക്കാനും കൂടിയാണ്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് പറയും, ഇതാണ് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു സ്പെസിഫിക് സോഫ്റ്റ്വെയറിനല്ല ഞാൻ നോക്കുന്നത്, അവർ ഏത് പ്ലാറ്റ്ഫോമിലാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അവർ സപ്പോർട്ട് ടീം എങ്ങനെയാണ്, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണോ, പ്രീവിയസ് ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ക്ലയൻസ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഒപ്പീനിയനിലേക്ക് നമ്മൾ വരാറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ എപ്പോഴും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനെ ഇൻഫോം ചെയ്യാറുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അവർ നമ്മുടെ ഒരു സജഷൻ ഒപ്പമാണ് നിൽക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. ഇത് മേ ബി ചില സമയത്ത് അവർക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പറയും അവരെ വേറെ എൻറ്റിറ്റിയിൽ അതാണ് യൂസ് ചെയ്യുന്നത്, അവർക്കത് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇന്ന റിപ്പോർട്ട്സ് അതിന് കിട്ടാനുള്ള ഫെസിലിറ്റി നിങ്ങൾ ഉണ്ടാക്കി തരണം. അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റിനോ സപ്പോർട്ടിംഗ് ആയിട്ട് വരാണ്. ഇപ്പോൾ ക്ലയൻസിലും കുറേ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതായത് ക്ലയൻസും ഇപ്പോൾ ടെക് സാവി ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ അടുത്ത് പോയിട്ട് സോഫ്റ്റ്വെയർ സജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാറില്ലേ? ഡെഫിനറ്റ് ആയിട്ട്
ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ഇപ്പോൾ മേ ബി ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള ബിസിനസ്സിലും ഇൻവോൾവ് ആയതുകൊണ്ടും ഇത്രയധികം ബിസിനസ്സുകാരുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ചില സോഫ്റ്റ്വെയർസ് അവർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. സോഫ്റ്റ്വെയർ ഐ എം നോട്ട് സെയിങ് ഇന്ന പ്ലാറ്റ്ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്ര കപ്പാസിറ്റി ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ്. ലൈക്ക് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സോഫ്റ്റ്വെയർ ചിലപ്പോൾ പറ്റില്ല, നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. കറക്റ്റ്. ഒരു ചെറിയൊരു എൻറ്റിറ്റിയിൽ ഒരു ERP സിസ്റ്റം അവർ വലിയൊരു 10-50 ലക്ഷം രൂപയുടെ ERP സിസ്റ്റം എടുക്കാമെന്ന് പറയും. ഞങ്ങൾക്ക് വലിയ ലാർജ് സ്കെയിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ നോക്ക്, നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ചെയ്ത് നോക്ക്. ഇഫ് ഇറ്റ്സ് കൺവീനിയൻറ്റ് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അത്രയും ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഈ പകുതി ബിസിനസ് ഓണേഴ്സിനും, അതായത് ചെറുകിട ഈ വടക്കാഞ്ചേരി പോലുള്ള വില്ലേജിലുള്ളവർക്ക് ഒരു ക്ലയൻറ്റ് പോർട്ടലിനെ കുറിച്ചോ വെൻഡൽ പോർട്ടലിനെ കുറിച്ചോ അല്ലെങ്കിൽ GST ഫയലിങ്ങിനെ കുറിച്ചോ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണക്റ്റഡ് ബാങ്കിങ് ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും സാധാരണഗതിയിൽ അറിയാറില്ല. അപ്പോൾ അതൊക്കെ ഈ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ അത് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ നമ്മുടെ ആ ബിസിനസിന്റെ സൈസ് അനുസരിച്ചാണ് നമ്മളത്. അതായത് ഐ എം നോട്ട് സെയിങ് അവർ ചെയ്യുന്ന ടേൺ ഓവർ അല്ല, അവർ ഇൻവോൾവ് ചെയ്യുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ബില്ലിംഗ് മാത്രം ചെയ്യാനായിരിക്കുന്ന ഒരു സ്ഥാപനം, ബില്ലിംഗ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, പർച്ചേസ് എൻ്റർ ചെയ്യുന്നത് പ്രാക്ടീഷണറുടെ ഓഫീസിലാന്ന് പറയുന്ന കുറേ ക്ലയൻസ് നമുക്ക് ഉണ്ട്. ഹാപ്പൻസ്. അത് നമുക്ക് എല്ലാ ബ്ലെൻഡും ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് പിന്നെ അറിയാമല്ലോ, നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ എല്ലാ ബ്ലെൻഡ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വലിയൊരു സോഫ്റ്റ്വെയർ നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ പറയാണ്, ഞാൻ അവരുടെ അടുത്ത് പറയും, അക്കൗണ്ട്സ് നിങ്ങളുടെ അവിടെ തന്നെയാണ് ഉണ്ടാവേണ്ടത്, അത് വേറൊരു ഓഫീസിലല്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റണം. അപ്ഡേറ്റ് എൻട്രീസ് somebody can help you. അതാണ് അതിൻ്റെ മെത്തേഡ്. ടാക്സ് ഫയലിംഗ് somebody can help you with the practitioners over there. Audits, CS will be there and they will be providing the adjustment entries. അങ്ങനെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയും, ഇതാണ് ഇതിൻ്റെ ആവശ്യം, ഇത് ചെയ്യൂ. അപ്പോൾ ഒരു പ്രൊക്യൂർമെന്റ് യൂണിറ്റ് ആണ്. അപ്പോൾ പ്രൊക്യൂർമെന്റ് യൂണിറ്റിൽ അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്, ഞങ്ങൾക്ക് തീരെ കൺട്രോൾ കിട്ടുന്നില്ല സാറേ, എന്തൊക്കെ പ്രൊഡക്ട്സാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ അത് ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളൊരു അപ്ഗ്രേഡഡ് ആയിട്ട് വേർഷൻ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വരുന്ന ഒരു മെഡിസിൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു. അവർ ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഏതൊക്കെ പ്രോഡക്റ്റാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങളുടെ ERP സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയണം, നിങ്ങൾക്ക് പറ്റിയ പ്രോഡക്റ്റ് അല്ല നിങ്ങളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യു ഹാവ് ടു അപ്ഗ്രേഡ്. ദെൻ നമ്മൾ സജഷൻസ് പറയും, ഇന്നതൊക്കെയാണ് നിങ്ങൾക്കുള്ള സജഷൻസ്, യു ക്യാൻ മേക്ക് എ കോൾ. ഏതാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ആയി എന്നുള്ളത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി. അതാണ് ചാലഞ്ച്. ഇതാണ് നിങ്ങളുടെ ബെനിഫിറ്റ്സ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സിമിലർ ക്ലയൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എനിക്ക് ആക്സസ് ഉണ്ടെങ്കിൽ ഞാൻ അതിലൊരു ഡമ്മി കമ്പനി ഇട്ട് കാണിച്ചു കൊടുക്കും. ഈവൻ ദോ ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഐ വിൽ സേ സി ഹൗ ഇറ്റ് വർക്ക്സ്. നിങ്ങൾ ചെയ്യുന്ന അതേ ആക്ടിവിറ്റിയാണ് ഒരു ഡാറ്റ പെർഫോം ചെയ്യുന്നത്. എൻ്റെ ഒരു ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആളുടെ അവിടെ ഒരു ഡാറ്റ, ബിഗ് സൈസ് ഡാറ്റ ഓപ്പൺ ചെയ്ത് വരാൻ 30 മിനിറ്റ്സ് എടുക്കുന്നു. അപ്പോൾ രാവിലെ വന്ന് ആ ക്ലയൻറ്റ് അക്കൗണ്ടന്റ് ആദ്യത്തെ പണി സിസ്റ്റം ഓൺ ചെയ്തിട്ട് ആൾ ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സോഫ്റ്റ്വെയർ ഓപ്പൺ ആവും, എന്നിട്ട് ബില്ലിംഗ് പോകുള്ളൂ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, 30 മിനിറ്റ്സ് ആണ് ഇതിനു വേണ്ടി മാത്രം ക്ലോസ് ചെയ്യുന്നത്. ആ 30 മിനിറ്റ്സ് നിങ്ങൾ 6 ദിവസമാണ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 3 മണിക്കൂർ, 52 ആഴ്ച നിങ്ങൾ വർക്ക് ചെയ്യണം. 3 hours വെച്ച് നിങ്ങൾക്ക് ലോസ് ആവുന്നുണ്ട്. അതിന് നിങ്ങൾ ഓൾറെഡി പെയ്ഡ് ആണ്. നിങ്ങൾക്ക് എംപ്ലോയിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എംപ്ലോയി ഓൾറെഡി പറയുന്ന കാര്യം ഫാക്റ്റാണ്, ഓണർക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഐ സെഡ്, നിങ്ങൾ ആ കോസ്റ്റാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. 2014 സ്റ്റാറ്റിക് IP ഓൺലൈൻ ബില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് എൻ്റെ സിമിലർ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ചോദിച്ചു, അവൻ എന്താണ് ഇത്രയും ടെക് റിലേറ്റഡ്, അവൻ പുറത്ത് MNCയിലൊക്കെ പോയി വർക്ക് ചെയ്ത് കണ്ടിട്ടാണ് ഇത്രയധികം ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്കത് നല്ലതാണ്, കാരണം ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. റിയൽ ടൈം ബില്ലിംഗ് ആണ്. എൻ്റെ ഷോപ്പിൽ ഏത് കൗണ്ടറിൽ എത്ര ക്യാഷ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഐ ക്യാൻ ചെക്ക് ഓൺ മൈ ഫോൺ നൗ. ഇവിടെ ഇരുന്ന് എനിക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എനിക്ക് എവിടേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ആ കംഫർട്ട് എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സോഫ്റ്റ്വെയറിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താ കുഴപ്പം? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമുക്ക് കംഫർട്ട് ഉണ്ടാവണം. പണ്ട് നമ്മൾ പറയും പെട്ടിപ്പുറത്ത് നിന്നുള്ള കച്ചവടം എന്ന് പറയാം. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ സമയത്തൊന്നും ആ പെട്ടിയുടെ മുകളിൽ നിന്ന് നമുക്ക് എണിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് 5-6 ഷോപ്പ് റൺ ചെയ്യുമ്പോൾ എല്ലാ പെട്ടിയുടെ മുകളിലും കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. സിസ്റ്റം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആസ് യു കീപ് സെഡ്, സ്മോൾ ടൗൺസ് ലൈക്ക് വടക്കാഞ്ചേരി പോലത്തെ വളരെ ചെറിയൊരു ടൗണിൽ ട്രേഡിംഗ് കൺസൾട്ടൻസി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അക്യൂസിഷനോ അങ്ങനത്തെ കാര്യങ്ങളോ വെണ്ടർ പേയ്മെന്റ്സോ അങ്ങനത്തെ ഉണ്ടാവില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അവരുടെ പേയ്മെന്റ്സ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമുള്ള സോഫ്റ്റ്വെയർ ദേ വിൽ ഓൾവേസ് ലുക്ക് ഫോർ. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. പിന്നെ ഈ കൺകറൻറ്റ് ഓഡിറ്റും ഫോറൻസിക് ഓഡിറ്റിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും
അനൂപ് ചില കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. Yes. അപ്പോൾ ഇതിനോട്ട് വരാനുള്ള താല്പര്യം എന്തായിരുന്നു? ഡിസ ആണ് ഞാൻ ആദ്യം ചെയ്തത്, ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ടെക്നോളജി കുറച്ച് ഇഷ്ടമാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അത്ര ടെക്കി അല്ല, പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ട്സിൽ നിന്ന് നോർമലി സിസ്റ്റം യൂസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വ്യത്യാസം എനിക്കുണ്ട്. നമ്മളെപ്പോഴും പറയും ബേസിക്കലി മടിയന്മാരായിട്ട് ആൾക്കാരെ വലിയ വലിയ ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ടാവാന്നാണ് ഞാൻ തമാശയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജി നമ്മളെ ഒരു പരിധി വരെ കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ഒരു അഡ്വാൻസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ സ്റ്റഡി ചെയ്യണം. അപ്പോൾ 2017 ഞാൻ പ്രാക്ടീസിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണമെങ്കിൽ ഡിസ നമുക്ക് ചെയ്യാമെന്നുള്ളത്. ലേറ്റർ ഓൺ ഞാൻ നോക്കിയപ്പോൾ കൺകറൻറ്റ് ബാങ്ക് ഓഡിറ്റ്സ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർട്ടിഫിക്കേഷൻ. നമ്മുടെ കൺകറൻറ്റ് ഓഡിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റിക്വയർമെൻ്റ് ആണ് ബാങ്ക്സിൻ്റെ. ദെൻ 1-2 ബ്രാഞ്ചസ് ചെയ്യണ സമയത്ത് ഹൗ ഇറ്റ് വർക്ക്സ് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് ലീഗലി സർട്ടിഫൈഡ് ആയിക്കൂടാ, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുന്ന ആ സർട്ടിഫിക്കേഷൻ എടുത്തുകൂടാ എന്നുള്ള തോന്നലിൽ നിന്നാണ് കൺകറൻറ്റ് ബാങ്ക് ഓഡിറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ലേറ്റർ ഓൺ ഫോറൻസിക് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചു നടന്നതാണ്. മേ ബി ഡിസ കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ഫോറൻസിക്. ഞാൻ ഡിസ കഴിഞ്ഞ ഉടനെ തന്നെ കമ്മിറ്റിയിൽ വന്നു. അപ്പോൾ പിന്നെ ട്രാവല് കുറച്ച് ദിവസം അങ്ങനെ മാറി നിൽക്കലോ അങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ ആവില്ല. ഫൈനലി ഞാൻ തൃശ്ശൂർ ബ്രാഞ്ചിൽ ഫോറൻസിക്കിൻ്റെ ഒരു സെഷൻ വന്നപ്പോൾ ലോങ് ടൈം ലൈക്ക് ജാങ്കിദ് സാർ പോലെയുള്ള അത്രയും വലിയ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സിൽ ചെന്ന് ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ലൈക്ക് അത് ഭയങ്കര മാർവലസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ റാദർ ദാൻ ഗെറ്റിംഗ് ഒരു വർക്ക് കിട്ടുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ അതിൽ അപ്ഡേറ്റഡ് ആവുക, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ എൻവയോൺമെൻറ്റ് സറൗണ്ടിങ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളിലാണ്. ആൻഡ് ഐ ഫീൽ പേഴ്സണലി വെദർ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷേ ദാറ്റ് കോഴ്സ് മെഡ് മാർവലസ് ഇമ്പാക്റ്റ് ഓൺ മൈ പ്രൊഫഷൻ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. നമ്മുടെ സെൻട്രൽ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ വരെ ഞാൻ പറയേണ്ടായി, ദിസ് മെയ്ഡ് മീ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫ്രം ദ വേ ഐ വാസ് തിങ്കിങ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴും പറയും ഓ ഇതിൻ്റെ ഒരു ട്രയൽ നമുക്കുണ്ട്, അപ്പോൾ ഒരു ഫോറൻസിക് ഓഡിറ്റിൽ അത് വേണമെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് ഒരു അക്കൗണ്ടൻറ്റ് അത് നമുക്ക് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത്രയധികം ലൂപ്പ് ഹോൾസ് ഉണ്ട്. സോ ദാറ്റ്സ് ബെറ്റർ. AI ഇസ് നോർമലി ഞാൻ ChatGPT പോലെയുള്ള സോഫ്റ്റ്വെയർസ് മുമ്പോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാനത് ഫ്രം ദ വെരി ഇൻസെപ്ഷൻ ഞാനത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈവൻ ദ പെയ്ഡ് വേർഷൻസ് ഐ എം യൂസിങ്. ആദ്യമൊക്കെ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള നോട്ടീസിന് റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എനിക്ക് കുറേ സമയം അത് കറക്റ്റ് ചെയ്യാൻ വേണമായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം ഗ്രാമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഡൺ. മാറ്റർ മാത്രമേ എനിക്ക് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് AI ഇൻ്റർഫേസ് വളരെയധികം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ AI സർട്ടിഫിക്കേഷൻ കോഴ്സിൽ ഈവൻ ദോ ചെറിയ ഡ്യൂറേഷൻ കോഴ്സ് ആണെങ്കിലും അടുത്ത ലെവൽ 2 വന്നു കഴിഞ്ഞാൽ ഞാനത് അറ്റൻഡ് ചെയ്യും എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലെവൽ 3 വന്നാൽ അറ്റൻഡ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CA ആയി ഒരു പ്രാവശ്യം, അതിലവിടെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത കഴിഞ്ഞ 15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന എൻവയോൺമെൻറ്റിലല്ല നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇറ്റ്സ് ഗ്രോയിങ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇവോൾവ് ചെയ്യണം. ഇപ്പോൾ ഒരു എൻട്രി ചെക്ക് ചെയ്യണു, ഞാൻ ആദ്യം വിളിച്ചിട്ട് ആ ആർട്ടിക്കിൾ 2 പേര് അവിടെ ഇരുന്ന് ക്രോസ് ചെക്ക് ചെയ്തു, ടിക്ക് ചെയ്തു, ആ കാലഘട്ടം പോയി. നൗ ഓൺ എ ക്ലിക്ക് അവേ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ട്രാൻസാക്ഷൻസ് അബൌട്ട് 10,000, അത് അടിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് വന്നു. അപ്പോൾ നമുക്ക് ഒരാളവിടെ ഇല്ല എന്ന് തോന്നുന്നില്ല എന്ന്. വി ഹാവ് എ പേഴ്സണൽ അസിസ്റ്റന്റ്. AI is replacing that. Yes. I still believe AI ഒരിക്കലും ഒരു പേഴ്സണെ റീപ്ലേസ് ചെയ്യില്ല. ചില കോൺസെപ്റ്റ്സും തിങ്കിങ്സും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് AIൻ്റെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ മീ. അതിനാണ് ഞാൻ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഫോറൻസിക് ഓഡിറ്റ് എൻ്റെ റിട്ടേൺ എക്സാമിനേഷനും എൻ്റെ മകൻ്റെ ആനുവൽ എക്സാമിനേഷനും ഒരേ സമയത്താണ്. അപ്പോൾ ആ മകൻ ഗോയിങ് ടു സ്കൂൾ ബസ് അതിൽ പറയുമ്പോൾ ആൾ പറയാണ് അപ്പനിന്ന് പരീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ മൈ ഡാഡ് സ്മൈലിംഗ് ഓൺ ദ അതർ സൈഡ് ആൻഡ് മൈ വൈഫ് ഇസ് സെയിങ് പറഞ്ഞോ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ അപ്പൻ ഇപ്പോഴും പഠിക്കണുള്ളൂ, ജോലിക്കൊന്നും പോകണില്ല എന്ന് പിള്ളേർ ചോദിച്ചു എന്ന് ഒപ്പമുള്ളവർ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ജോലിക്ക് പോകണമെങ്കിൽ അപ്പയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ, ഇതിൽ അപ്ഡേറ്റ് ആവാണ്ട് വേറൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് എ ഫണ്ണി പാർട്ട്. ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്. ഈ വടക്കാഞ്ചേരി പോലത്തെ ഒരു ചെറിയ ഗ്രാമം, ഒരു ഫിനാൻഷ്യൽ ഹബ്ബൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്ന് ഇത്രയ്ക്കും സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ചെയർമാൻ ആയിരുന്നല്ലോ തൃശ്ശൂർ ബ്രാഞ്ചിൻ്റെ. അപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുടനീളം എല്ലാ ബ്രാഞ്ചസും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഈ ബ്രാഞ്ചസിലൊക്കെ ചെയർമാൻ ഒക്കെ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, കൗമാരപ്രായക്കാരായിരുന്നു Yes. എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റുമോ? 2019 ഞാൻ സംബഡി സെഡ് ഇറ്റ്സ് ആൻ ആക്സിഡന്റൽ കമ്മിറ്റി മെമ്പറാണ് ഞാൻ ഒരിക്കലും ഒരു കമ്മിറ്റി മെമ്പർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളല്ല. ഓൾ ഓഫ് സഡൻ അന്ന് എൻ്റെ സീനിയേഴ്സ് വിളിച്ച് പറഞ്ഞു അവിടെ നമ്പേഴ്സ് ഇല്ല, മെമ്പേഴ്സ് കമ്മിങ് അപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാനത് പെട്ടെന്ന് അപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് ഐ ബിക്കം എ കമ്മിറ്റി മെമ്പർ അറ്റ് ദ ഏജ് ഓഫ് 29. ആ കമ്മിറ്റിയിലെ ഏറ്റവും യങ്ങസ്റ്റ് കമ്മിറ്റി മെമ്പറാണ് എനിക്കുണ്ടായിരുന്ന ആ കമ്മിറ്റിയിൽ. ബാക്കി എല്ലാവരും ഒരു ആവറേജ് ഏജ് ഒരു 50 എബോ ആയിരുന്നു ആ കമ്മിറ്റി, ഫസ്റ്റ് കമ്മിറ്റി, ഇനീഷ്യൽ 3 years. Initially, SICA as a coordinator, then SICA as a chairman, then treasurer ആയിരുന്നു ഫസ്റ്റ് ഇനീഷ്യൽ 3 years. നെക്സ്റ്റ് ഇതിൽ ഞങ്ങളതിൽ കമ്മിറ്റി വന്ന് അടുത്തത് വരുമ്പോൾ അടുത്ത 3 കൊല്ലത്തേക്ക് വന്നത് എല്ലാം യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓൺലി 2 persons എബോ ഏജ് ഓഫ് 40 വി ക്യാൻ സേ. ഈ ഒരു ട്രെൻഡ് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം കഴിഞ്ഞ 3 കൊല്ലത്തിൽ ഇതേപോലെ കമ്മിറ്റിയിൽ വന്ന് 3 കൊല്ലം സെർവ് ചെയ്ത് അടുത്ത കമ്മിറ്റിയിൽ വന്നപ്പോൾ ഇവരെല്ലാവരും മേജർ റോളിലേക്ക്. സോ ഐ ബിക്കം എ സിക്കാസ ചെയർമാൻ അഗെയിൻ. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഏതോ യു ക്യാൻ ബി എ സെക്രട്ടറി ആൻഡ് യു ക്യാൻ ബി എ സിക്കാസ ചെയർമാൻ അഗെയിൻ. ഞാൻ പറഞ്ഞു എനിക്ക് പിള്ളേരുടെ ഒപ്പം ഇരിക്കാനാണ് ഇഷ്ടം, അപ്പോൾ ഞാൻ സിക്കാസ ചെയർമാൻഷിപ്പ് എടുക്കാം. ദെൻ ഐ വിൽ കം ബാക്ക് ടു വൈസ് ചെയർമാൻ പോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത് ഓക്കെയാണ്. അപ്പോൾ എനിക്ക് പിള്ളേരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് ഒരു ജീൻ ആൽഫ ഓർ സംതിങ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ അവരോടൊപ്പം ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെയും അവരെ കൂടെ കൂട്ടുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. ദെൻ അവരോടൊപ്പം ഞാൻ 1 കൊല്ലം സെർവ് ചെയ്ത് തിരിച്ച് വൈസ് ചെയർമാനായി. വൈസ് ചെയർമാൻഷിപ്പ് വളരെ നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളാണ്. ഡ്യൂറിങ് മൈ വൈസ് ചെയർമാൻഷിപ്പ് അത്രയും നല്ല ഒരു ടീമിൻ്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്ക് ചെയർമാൻ ആയിരുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും 6 കൊല്ലം കമ്മിറ്റിയിൽ നിന്നത് എനിക്ക് എൻറ്റയർ റിസൾട്ട്, നമ്മളിപ്പോൾ പറയില്ലേ ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എക്സാം ഈസി ആവുമെന്ന് പറയുന്ന പോലെയാണ്. 6th year ഐ വാസ് സിറ്റിംഗ് റിലാക്സ്ഡ്. പ്രഷർ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. കാരണം യു ഹാവ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. എല്ലാ കാര്യങ്ങളും ഒറ്റ ഇതിൽ സ്ട്രെസ്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതർവൈസ് എനിക്ക് 6th year ആകുമ്പോഴേക്കും തൃശ്ശൂർ ബ്രാഞ്ചിൽ എന്താണ്ടാവണേ നമുക്കറിയാം. എല്ലാ ബ്രാഞ്ചിലും ലൈക്ക് KPN ഏത് ബ്രാഞ്ചിലെടുത്താലും നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും അവിടെ. ഫ്രം കോളിംഗ് ടു ട്രിവാൻഡ്രം ബ്രാഞ്ച് എനിക്ക് അവിടെ കറക്റ്റ് ഉണ്ട്. കൊച്ചി ബ്രാഞ്ച് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്ട് ഉണ്ടായിരിക്കും. കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് ഉണ്ടാവും. ഏത് ബ്രാഞ്ച് അക്രോസ് 9 branches എവിടെ വിളിച്ചാലും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കും, അത്രയും ക്ലോസ് ആയിട്ടൊരു കമ്മിറ്റി മെമ്പർ ഉണ്ടായിരിക്കും. സോ അത് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ കളക്റ്റീവ്ലി 9 branches കളക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ. നോട്ട് ഈവൻ ഓൺലി ഇൻ കേരള, എൻറ്റയർ സൗത്ത് ഇന്ത്യയും വേണമെങ്കിൽ നോർത്തിൽ വരെയും. ഇപ്പോൾ വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അടുത്ത ഈ ബ്രാഞ്ചിൽ കാശ്മീരിൽ എനിക്കൊരു വിസിറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എൻ്റെ ടെന്യൂറിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റി മെമ്പറിൻ്റെ കോൺടാക്റ്റും അവിടെ ഫെസിലിറ്റി നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. സോ ആ യങ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇറ്റ്സ് മൈ പേഴ്സണൽ സജഷൻ. ഞാൻ എപ്പോഴും എൻ്റെ കമ്മിറ്റിയുടെ ആസ് എ ചെയർമാൻ ഫസ്റ്റ് ഇനീഷ്യൽ സ്പീച്ചിലും ലാസ്റ്റ് സ്പീച്ചിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയില്ല, എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾ ICA കമ്മിറ്റിയിലേക്ക് വരണം. ദ വേ യു ആർ ലുക്കിംഗ് ടുവേർഡ്സ് ICA ബിഫോർ ആൻഡ് ആഫ്റ്റർ വളരെയധികം ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊരു പേഴ്സൺ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് അപ്പം കാണാം. 29 വയസ്സുണ്ട എന്നെ ബിഫോർ ദ കമ്മിറ്റി ടെന്യൂർ ആൻഡ് ആഫ്റ്റർ KPN പറഞ്ഞ പോലെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്ത് നിന്ന് വന്ന് നമുക്ക് ഇങ്ങനെയും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കാനുള്ള കാരണം ICA കമ്മിറ്റി റോൾസ് ആണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അത്രയും വലിയ ആൾക്കാരായിട്ടാണ്. സോ വെറ്ററൻസ് വി ആർ ഡീലിംഗ് വിത്ത്, പ്രാക്ടീസിങ് CS ഫോർ 40 years. ദ വേ വി ആർ ടു ഇന്ററാക്ട് അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ I will always request all the CAs, whether you are in industry, whether you are in practice, or you are not holding any kind of position as of now, ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കമ്മിറ്റിയിൽ വന്ന് നല്ല ഒരു 3-6 കൊല്ലം അല്ലെങ്കിൽ ഇപ്പം 4 കൊല്ലമാണ്, ആ 4 കൊല്ലത്തെ ടൈനോർ സ്പെൻഡ് ചെയ്ത് ഒരു പൊസിഷൻ എടുത്ത് പോകണം. ഇറ്റ് വിൽ മേക്സ് യു റിയൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇപ്പോൾ അനൂപിൻ്റെ വൈഫും ആന്ത്രപ്രണറാണ് അല്ലേ? എന്ത് ബിസിനസ്സാണെന്ന് എനിക്കറിയില്ല. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ അനൂപിൻ്റെ പ്രൊഫഷനും, അനൂപ് ഒരു എൻട്രപ്രണറാണ്, പ്രാക്ടീസ് ചെയ്യുന്നു, വൈഫ് ഒരു എൻട്രപ്രണറാണ്. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അവരുടെ ഐഡിയാസ് അനൂപിൻ്റെ പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യാറുണ്ടോ? അല്ല അനൂപിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ
അവിടെ അപ്ലൈ ചെയ്യാറുണ്ടോ അവർ? ഡെഫിനറ്റ് ആയിട്ട് ഫാമിലി ബിസിനസ് ആളാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ആക്ച്വലി. സോ ഡാഡ് ആൻഡ് വൈഫാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ആളുടെ സിറ്റുവേഷൻ, ഡേ ടു ഡേ അഫയേഴ്സ്, കടയിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ ഷോപ്പുകളിൽ വരെ ഡിഫറെൻറ്റ് ഇത് വരണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റും, ഇന്നത് ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടെ ആൾ ബിസിനസ് ഫാമിലിയിൽ നിന്നാണ്, പക്ഷേ ഈ ഇൻഡസ്ട്രി ഞാൻ കുറച്ചും കൂടെ കൂടുതൽ കണ്ടിട്ടുണ്ട്. സോ ഞാൻ പറയും ഇന്നത് ചെയ്താൽ മതി. വൈസ് വേഴ്സ ആൾ പറയും ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കും, ഓ ഒരു ക്ലയൻറ്റിന് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്, അതിൻ്റെ HSN കോഡ് ശരിയാവുന്നില്ല, ഓ അപ്പോൾ അത് ഇഷ്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും എനിക്ക് അടുത്ത ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്നത്. സോ എൻ്റെ ട്രയൽ റൂം എൻ്റെ ഓൺ ബിസിനസ് ആണ്. വൈഫും ഫാദറാണ് അതിലത്തെ ഇഷ്യൂസ് എനിക്ക് പറഞ്ഞു തരാറ്. ഷീ ഈസ് ഓൾസോ ഇൻ ടു ബിസിനസ്. ഐ എം ലക്ലി ഷീ വാസ് ഇൻട്രസ്റ്റഡ് ടു ഡു ഹെർ ഓൺ ബിസിനസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫാമിലി ബിസിനസ് നല്ല ടേക്ക് കെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഐ ആസ്ക് ഹെർ വെദർ you can manage my family business, then I will go and practice. If you cannot, I will reduce my practice and ഞാൻ തിരിച്ച് ബിസിനസ്സിലേക്ക് വരാം. She said you go with your practice. I was lucky. ഒരു തമാശ ചോദ്യം ചെയ്യട്ടെ. Sure. ഈ ആദ്യം CA ഒരു പ്രാക്ടീസിങ് CA ആവണം എന്നൊരു പ്രചോദനം കിട്ടി, പക്ഷെ എത്തിപ്പെട്ടത് ഇൻഡസ്ട്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. ഇപ്പൊ CA അല്ലായിരുന്നെങ്കിൽ എന്തിലെത്തിപ്പെടുമായിരുന്നു? ഡെഫിനറ്റ് ആയിട്ട് ബിസിനസ്സുകാരനായിരുന്നുണ്ടാവും. ഒരു ബി സ്കൂളിൽ നിന്ന് ഒരു MBA എടുത്തിട്ടുണ്ടായിരിക്കും. ഡെഫിനറ്റ് എനിക്കൊരു ബിസിനസ് ഇൻസ്റ്റിങ്ക്റ്റ് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതായിരിക്കുന്നത്. ചിലപ്പോൾ അതർ സൈഡായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനൊരു സയൻസ് ഫീൽഡിലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറിയേനെ. പക്ഷേ എനിക്ക് അതെന്താണെന്നറിയില്ല. ഡെഫിനറ്റായിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബിസിനസ് ആയിരിക്കും, എന്തൊക്കെ പഠിച്ചാലും. CA ആയതുകൊണ്ട് മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതർവൈസ് ഐ വിൽ ബി ഇൻ ബിസിനസ് ഫോർ ഷുവർ. ഞങ്ങളുടെ ടീം ഇപ്പോൾ CAs ആയിട്ടൊക്കെ ഭയങ്കര അസോസിയേറ്റഡ് ആണ് ഒരു ലാസ്റ്റ് 9-10 കൊല്ലമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവർക്ക് എപ്പോഴും. കംപ്ലയൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ക്ലയൻസിൻ്റെ വന്ന് ക്യൂവിൽ നിൽക്കും, അങ്ങനെയൊക്കെ. ഈ സ്ട്രെസ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ ഈ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ് ബസ്റ്ററോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലി വൈഫ് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ മാരേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു. സോ ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കും, എന്നിട്ട് ചോദിക്കും നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന എപ്പോഴും പറയും. ഞാൻ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത്ര കഴിക്കണം ചോദിക്കുന്നില്ലാന്ന്. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, അതായത് ആഫ്റ്റർ കോവിഡ് അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഇത്രയും കംപ്ലയിൻസ് GSTക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അത്ര കഴിക്കില്ല, ആരെങ്കിലും വാരി കൊടുത്താൽ മാത്രം ഭക്ഷണം കഴിക്കുള്ളൂ. സോ അതാണ് ഇപ്പോഴും എൻ്റെ വൈഫ് കമ്പയർ ചെയ്യുന്നത്. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് നോക്കും, അപ്പോൾ എന്താ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ലൈഫ് അങ്ങനെയാണ് വരണേന്നുള്ളത്. സോ വിത്ത് വാസ് എ പോയിന്റ്, ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകൻ്റെ ഒപ്പം എനിക്ക് രണ്ടാമത്തെ മകൻ ഉണ്ടായ സമയത്ത് ആൾക്ക് കുറച്ച് ശ്രദ്ധ കുറയുന്ന സമയത്ത് എൻ്റെ മകൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോഴേക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്, എന്താണ് ഇത്രയ്ക്കധികം വലിയ അപ്പോയിൻമെൻറ്റിൻ്റെ കാശ് ക്ലയൻസ് തരേണ്ടതെന്ന് ചോദിച്ചു. ദെൻ ഐ റിയലൈസ്ഡ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫാമിലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ആഫ്റ്റർ 10 o'clock ഞാൻ കോൾ എടുക്കില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വെൻ ഐ ഗോട്ട് ദിസ് ക്വസ്റ്റ്യൻ ഐ ഷുഡ് കം ബാക്ക്. കാരണം ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒരിക്കലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അവരെ മാറ്റി വെച്ചിട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. അവർക്ക് വേണ്ടി നമ്മളിത് ചെയ്യണേ എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും. സോ ഐ റിയലൈസ്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്ഫുൾ ഫോർ ഷുവർ, കംപ്ലയിൻസ് ഡ്യൂ ഡേറ്റ്, ടാക്സ് ഓഡിറ്റ്, യു വിൽ ബി അറ്റ് ഓഫീസ്. ഞാനിപ്പോഴും ഞാൻ അവരെ എൻ്റെ സ്റ്റാഫിനെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനെ തനിച്ചാക്കി പോരില്ല. അവരവിടെ ഫയൽ ചെയ്യാൻ പുലർച്ചെ വരെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അൺലെസ് അതർവൈസ് വേറൊരു ഡ്യൂ ഡേറ്റ്സും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ അവരൊപ്പം സിറ്റ് ബാക്ക് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ടേക്ക് എ ക്വിക്ക് ബ്രേക്ക്. ഐ വിൽ ട്രാവൽ വിത്ത് മൈ കിഡ്സ്. ഡെഫിനറ്റായിട്ട് എവിടേക്കെങ്കിലും ഞങ്ങളൊന്ന് മൂവ് ചെയ്തിരിക്കും. ഐ ലവ് ടു ഡ്രൈവ്. സോ പിള്ളേരും അങ്ങനെയാണ്, വൈഫിൻ്റെ ഒപ്പം ഞങ്ങൾ മൂവ് ചെയ്യും. പറ്റുന്ന സമയത്തൊക്കെ ഔട്ട്സൈഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു 1-2 ദിവസം കംപ്ലീറ്റ് ഷട്ട് ഡൗൺ. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് ഫോൺ വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്തായിരിക്കും ആ 1-2 ദിവസം ഞാൻ സെലക്ട് ചെയ്യുക. നോ റേഞ്ച്, അല്ലെങ്കിൽ ഔട്ട്സൈഡാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഡു ദ ഇൻ്റർനാഷണൽ റോമിംഗ് പാക്ക് ഓൺ മൈ ഒഫീഷ്യൽ ഫോൺസ്. ഐ വിൽ യൂസ് ഓൺലി ഫോർ മൈ പേഴ്സണൽ ഫോൺ. അത് മാത്രം ഞാൻ റീചാർജ് ചെയ്തിട്ട് ഞാൻ പോകും. അപ്പോൾ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് ബ്ലാക്ക് ഔട്ട് ആണ്, അല്ലെങ്കിൽ ബ്ലാങ്ക് ആവും. Once you are coming back, you'll get the double energy. That is my work-life balance. Nice. So, എന്തായാലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉള്ള നമ്മളുടെ ഈ ഇൻട്രാക്ഷനിൽ അനൂപിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഫാമിലിനെ കുറിച്ചും അനൂപിൻ്റെ എക്സ്പേർട്ടൈസിനെ കുറിച്ചുമൊക്കെ എനിക്കും അതേപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ദൂരം, അതായത് വടക്കാഞ്ചേരിയിൽ നിന്നും ചെന്നൈ വരെ വന്ന് ഈ ഷൂട്ടിങ്ങിനായിട്ട് ഒരു ദിവസം അലൊക്കേറ്റ് ചെയ്ത് വെച്ചതിലും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ കമ്മിങ് ഹിയർ.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഐ വാല്യൂ യെസ്റ്റർഡേ ഞാൻ സോഹോ ബുക്സ് കണ്ടതാണ്. ദ വാല്യൂ യു ആർ പ്രൊവൈഡിങ് ടു യുവർ സ്റ്റാഫ് ആൻഡ് ദ കസ്റ്റമേഴ്സ് ഫാബുലസ് ഐ ഷുഡ് സേ. എൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റർ തന്നെയാണ്. ഐ വാസ് സർപ്രൈസ് ടു സീ എന്ന് നിങ്ങൾ ആ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നതും നിങ്ങൾ അവിടെ കാണിക്കുന്നു. ഐ ഹോപ്പ് ആൻഡ് ഐ വിഷ് ദിസ് ഷുഡ് ബി ഫോളോഡ് ആൻഡ് I suggest or I pray to God all the blessings should be there with the company. With pleasure. Thank you so Accepting much. it. Thank you very much. Thank you.